നമസ്കാരം. ലോകത്തോളം വലിയ തെമ്മാടിത്തരം, അതിൽ ലോകം മുഴുവൻ പ്രതിഷേധമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമാൻ എം സ്വരാജ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് അവസാനിപ്പിക്കുന്നത്. അമേരിക്കൻ എന്ന തീവ്രവാദ തെമ്മാടിയെ നിലക്കി നിർത്തണം, അതിന് ലോകം മുഴുവൻ പ്രതിഷേധം ഉയരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമാൻ എം എ ബേബി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ത്യയിലുള്ള എന്തോ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള മുറവിളി കൂട്ടുന്നത് എന്നുള്ളത്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, അമേരിക്കൻ സൈന്യം വെനിസ്വേല എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ അവരുടെ തലസ്ഥാനത്തെ ആക്രമിച്ച് അവിടുത്തെ സ്വേച്ഛാധിപതിയായിട്ടുള്ള നിക്കോളാസ് മഡ്യൂറോ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രി എന്താണ് അദ്ദേഹത്തെയും ഭാര്യയും പിക്ക് ചെയ്ത് പൊക്കി അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. അമേരിക്കയിലേക്ക് ഒരു ആവശ്യമില്ലാതെ മയക്കുമരുന്ന് കയറ്റിവിടുക, ഇവിടെ നിന്നുള്ള ആൾക്കാരെ കയറ്റിവിടുക തുടങ്ങിയിട്ടുള്ള ശല്യം സഹിക്കവയ്യാതെയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് അമേരിക്ക മുന്നിലോട്ട് പോയത്. അത് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ഈ പറയുന്ന സ്വരാജും അതുപോലെ എം എ ബേബിയും മറ്റേ ഇനിയിപ്പോൾ ഗോവിന്ദമാഷൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഇവരൊക്കെ ഇത്തരത്തിലുള്ള വലിയ പോസ്റ്റുകൾ ഇടുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഇടുന്ന ഈ ആൾക്കാർക്ക് ഇതിൽ വലിയ നഷ്ടമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവർ കമ്മ്യൂണിസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കേട്ട് അപ്പോൾ അവരോട് പ്രത്യേകിച്ച് നമുക്ക് ഒരു എന്താ പറയുക വിഷമോ അല്ലെങ്കിൽ മറ്റേ സങ്കടമോ തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ഏറ്റുപിടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ കുറെ കുട്ടി സഖാക്കന്മാര് അമേരിക്കയ്ക്കെതിരെ സമരമെടുക്കുവാനും പ്രതിഷേധം ഉയർത്തുവാനൊക്കെ നടക്കുന്നുണ്ട്. അവരെയൊക്കെ ആലോചിച്ചിട്ട് സത്യത്തിൽ വലിയ സങ്കടമുണ്ട്. എന്താണ് വെനിസ്വേലയുടെ യഥാർത്ഥത്തിലുള്ള പിക്ചർ? 1950-കളിൽ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു വെനിസ്വേല. ലോകത്തിൽ ഏറ്റവും അധികം എണ്ണ ഡെപ്പോസിറ്റ് ഉള്ള രാജ്യമാണ് വെനിസ്വേല. വെറുതെ കുഴിച്ചാൽ, കിണർ കുഴിക്കണ പോലെ കുഴിച്ചാൽ പോലും പെട്രോൾ വരുന്ന രാജ്യമാണ്, ക്രൂഡ് ഓയിൽ വരുന്ന രാജ്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യം എങ്ങനെ ഇത്തരത്തിൽ അധപ്പതിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മിസ്മാനേജ്മെന്റിന്റെയും കറപ്ഷന്റെയും പോളിസികളുടെയും ഏറ്റവും ദുർവ്യയത്തിന്റെയും ഒക്കെ നാടായിട്ട്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് വെനിസ്വേലൻ അഡ്മിനിസ്ട്രേഷൻ മാറി എന്നുള്ളതാണ് അതിന്റെയൊക്കെ കാരണം. ഫിഡൽ കാസ്ട്രോയെ പോലെ, അല്ലെങ്കിൽ വീരപുരുഷനായിട്ടുള്ള ചെഗുവേരയെ പോലെ, അതുപോലെ തന്നെ മാവോയെ പോലെ, ലെനിനെ പോലെ, സ്റ്റാലിനെ പോലെയൊക്കെ പറയുന്ന ഷവേഴ്സ് എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ടായിരുന്നു വെനിസ്വേലയുടെ പ്രസിഡന്റ്. അവരെയൊക്കെ വീരപുരുഷന്മാരായിട്ട് ആരാധിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അവരുടെ പിന്തുടർച്ച ഈ ഷവേഴ്സിന്റെയൊക്കെ അദ്ദേഹത്തിന്റെയൊക്കെ ഭരണത്തിന്റെ ആരംഭകാലം തൊട്ടേ തന്നെ വെനിസ്വേലയുടെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള തികച്ചും സ്വേച്ഛാധിപതിയായിട്ടുള്ള, ഒരു ഇലക്ഷൻ പോലും മര്യാദയ്ക്ക് നടക്കാത്ത, അതൊക്കെ സ്കാം ചെയ്ത് അധികാരം കൈയാളുന്ന തികഞ്ഞ സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായിട്ടുള്ള മഡ്യൂറോയെയും കൂട്ടരെയാണ് ഇപ്പോൾ അമേരിക്ക പൊക്കിയെടുത്ത് അകത്ത് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും അധികം ഇൻഫ്ലേഷൻ ഉള്ള രാജ്യമായിട്ട് വെനിസ്വേല മാറി. 1-2 1 കോടി ശതമാനത്തിന്റെ മുകളിലേക്ക് ഇൻഫ്ലേഷൻ പോയിട്ടുള്ള രാജ്യമാണ് വെനിസ്വേല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവലർ വെനിസ്വേലയിൽ പോയിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന്റെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ബിയർ വാങ്ങുന്ന സമയത്ത് 7,000 സംതിങ് ആണ് അതിന്റെ വില. ബിയർ കുടിച്ച് പകുതിയാകുമ്പോൾ അത് 8,400 ബിയർ കുടിച്ചു കഴിഞ്ഞപ്പോൾ അത് 9,000 രൂപയായി. രണ്ടാമത്തെ ബിയർ ഓർഡർ ചെയ്യുമ്പോഴേക്കും അത് 10,000 രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മണിക്കൂർ കണക്കിന് സാധനങ്ങളുടെ വില ഡബിളും ത്രിബിളും ആവുന്ന അത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ആയിരുന്നു വെനിസ്വേലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. 10 ലക്ഷം മുതൽ 1 കോടിയോ 5 കോടി ശതമാനം വരെയൊക്കെ ഇൻഫ്ലേഷൻ എത്തി എന്നുള്ളതാണ് കണക്കുകളും കാര്യങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു വലിയ 16 ചക്രത്തിൽ നിറയെ പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ബ്രെഡ് കിട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുള്ള അനുഭവം നമുക്ക് വെനിസ്വേലയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ മിസ്മാനേജ്മെന്റിന്റെ, ടോട്ടൽ കറപ്ഷന്റെ, ടോട്ടൽ ലാക്ക് ഓഫ് പോളിസികളുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള വെനിസ്വേലയിലെ ഭരണം. 2,83,00,000 ആൾക്കാരായിരുന്നു വെനിസ്വേലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 80-ലധികം ലക്ഷം ആൾക്കാർ അവിടെ വിട്ട് ഓടിപ്പോയി എന്നുള്ള കണക്ക് സ്വരാജിന് അറിയോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എം എ ബേബിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ലോകത്ത് ഏറ്റവും അധികം അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ലാത്ത രാജ്യം വെനിസ്വേലയാണ് എന്നുള്ളത് എം സ്വരാജിന് അറിയോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എം എ ബേബിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി അവിടെ ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയോ ഓൺ ചെയ്ത ഒരു വീടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമോ എന്തെങ്കിലും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് നിങ്ങളുടെ അല്ല എന്ന് ഗവൺമെന്റ് ഓർഡർ ഇടുന്ന അവസ്ഥയാണ് വെനിസ്വേലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയും അവിടെ പുതുതായിട്ട് ആരംഭിക്കുന്നില്ല. അവിടുത്തെ ഓയിൽ എക്സ്ട്രോഷൻ, ആദ്യം ഷെല്ലും അതുപോലെ തന്നെ ഗൾഫ് ഓയിലൊക്കെ ചെയ്തിരുന്ന ഓയിൽ എക്സ്ട്രോഷനും കാര്യങ്ങളുമൊക്കെ ടോട്ടലി സെൻട്രലൈസ് ചെയ്ത് അവിടുത്തെ മാത്രം കുത്തകയാക്കി, അത് ഗവൺമെന്റിന്റെ മാത്രം കുത്തകയാക്കി, അതിലെല്ലാം മിസ്മാനേജ്മെന്റും കറപ്ഷനും കൊണ്ടുവന്ന് അത്തരത്തിൽ ഏറ്റവും എങ്ങനെ ഒരു ഭരണം ഉണ്ടാകരുത്, എങ്ങനെ ഒരു ഭരണം പാടില്ല എന്നതിന്റെ ഉദാത്ത ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നായിരുന്നു വെനിസ്വേലയിലെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അതിനെയാണ് ഇപ്പൊ ഈ മഹാന്മാര് പാടി പുകഴ്ത്തുന്നത്. മരുന്നില്ല, ഇന്ധനമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ഭക്ഷണമില്ല, ഒരു സുരക്ഷിതത്വവുമില്ല, അങ്ങനെ ടോട്ടലായിട്ട് ജനത്തിന് ദുരിതം മാത്രം സമ്മാനിച്ച ആൾക്കാരാണ് ഈ പറയുന്ന മഡ്യൂറോയും കൂട്ടരും. അവരെയാണ് ഇപ്പൊ അമേരിക്ക പിടിച്ചുകൊണ്ടായിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ കുട്ടി സഖാക്കന്മാർക്ക് ലോകം കാണാത്ത കൂപമണ്ടൂകങ്ങളുടെ മുമ്പിൽ സാമ്രാജ്യത്വത്തിനെതിരെ, അമേരിക്കൻ ഭീകരതയ്ക്കെതിരെ, തീവ്രവാദത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ കൂട്ടിയിട്ട് അങ്ങ് പിടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ നേതാക്കന്മാരും വലിയ താത്വിക ആചാര്യന്മാരുമായിട്ട് കാണപ്പെടും എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെയൊക്കെ അടിസ്ഥാനം. അപ്പോൾ ലോകത്ത്
ഇത്രയും അധികം സമ്പന്നതയുള്ള ഇത്രയും അധികം ഓയിൽ ഡെപ്പോസിറ്റ് ഉള്ള ഒരു രാജ്യം ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അത് വെനിസ്വേല ഭരിച്ച കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന്റെ ഔട്ട്കമാണ്. അപ്പോൾ വെനിസ്വേലയുടെ നേരെയുള്ള അമേരിക്കയുടെ ഈ ആക്ഷനെ ഞാൻ ന്യായീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവരടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഈ പറയുന്ന സഖാക്കന്മാരുടെ ദുഃഖം അത് അവിടുത്തെ ജനങ്ങളുടെ പൊറുതി മുട്ടിയിട്ടുള്ള അവസ്ഥയെ ചൊല്ലി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു. അപ്പോൾ അധികാരം വിട്ടൊഴിയുന്ന സ്വേച്ഛാധിപതിയുടെ കാര്യത്തിൽ ഓർത്തിട്ടാണ് അവർക്ക് ദുഃഖം. അപ്പോൾ എന്നും കമ്മ്യൂണിസത്തിന്റെ ദുഃഖം അത് തന്നെയായിരുന്നു. നന്ദി, നമസ്കാരം.